കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലേ? നമ്മളെല്ലാവരും കുറച്ച് ബിസി ആയിരുന്നു. ഒരു സീസൺ കഴിഞ്ഞ് നെക്സ്റ്റ് സീസണിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നെക്സ്റ്റ് സീസൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേരളീയർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ഓണം. സോ നമ്മൾ ഹോണർ ഏജൻസി ഇവിടെ ഓണത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ്. നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഡിസൈനിങ് ഡെവലപ്മെൻറ്റ്സും അവരെങ്ങനെ ഫാബ്രിക് സോഴ്സ് ചെയ്യുന്നു, എങ്ങനെ ഫാബ്രിക് ചൂസ് ചെയ്യുന്നു, കളേഴ്സ്, അതുപോലെ കംപ്ലീറ്റ് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒത്തിരി ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഡിസൈൻസ് ഒന്നും പ്രോപ്പറായിട്ട് കാണിക്കുകയോ പ്രസൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. കാരണം നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഡിസൈൻസിലും ഓരോ റെഫറൻസും ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടോപ്പിക്ക് കൊണ്ടുവരാമെന്നുള്ളത് കുറേ റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻസ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതായത് എല്ലാ ഡിസൈനും ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരണമെന്നില്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഇതായിരുന്നു നമ്മുടെ വിഷു സീസണിലെ നളിനീൻ്റെ കളക്ഷൻ. ആ ഒരു കളക്ഷൻ്റെ കൂടെ നമ്മൾ ഒത്തിരി ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തെങ്കിലും ഫൈനലായിട്ട് നമുക്ക് 1-2 പ്രൊഡക്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നളിനി നമുക്ക് അതിനനുസരിച്ചുള്ളൊരു റിസൾട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക സപ്പോർട്ട് തന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കളക്ഷൻ കൊണ്ടുവരണം എന്നാണ് ഈ പ്രാവശ്യം നമ്മൾ കേരള സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ കേരള സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫാബ്രിക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക്കുകൾ, അത് നമ്മൾ നോർമലി കാണുന്ന കേരള കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫാബ്രിക്കുകളും കൂടെ എന്നാൽ ഒരു കേരള സ്റ്റൈൽ വിടാണ്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻസ് എല്ലാം അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വീവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഒത്തിരി ടെക്നോളജികൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ബേസ് ചെയ്തിട്ട് പുതിയ വർക്കുകൾ എന്തൊക്കെ ചെയ്യാം, യൂണീക്കായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതെല്ലാം നോക്കിയാണ് നമ്മളിപ്പോൾ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരണമെന്നില്ല. സോ നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻസ് എല്ലാം ബെറ്റർ ആയിട്ട് സാമ്പിൾസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറേ ഡിസൈൻസ് സാമ്പിളായിട്ട് പോകുന്നുണ്ട്. സോ ആ സാമ്പിളൊക്കെ വന്ന് ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള സെക്ഷനിലൊരു കൊച്ചു വിശേഷം ഇതാണ്. നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സെക്ഷൻസ് വേറെയുണ്ട്. അവിടെ എല്ലാവരും എല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച കൂടെ കണ്ടിട്ട് വരാം. സോ അപ്പോൾ നമ്മുടെ കേരള സാരി സെക്ഷനിൽ ഇപ്പോൾ എന്താ നടക്കണേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവറി സെക്ഷനിൽ നമ്മൾ ഡിസൈനേഴ്സ് വരാൻ പോകുന്ന ഓണം സീസണിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രീമിയം സാരിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന സീസണിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനുകളായിരിക്കും. കാരണം ഇപ്പം നമുക്ക് കേരള സാരിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ബേസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ബേസും കസവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് പ്രീമിയം സാരി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണുകളായിരിക്കും നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. ഒരു ട്രഡീഷണൽ പ്ലസ് ഒരു മോഡേൺ ടച്ചോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അത് നമുക്ക് ഓണത്തിനായാലും പിന്നെ വേറെ മറ്റ് ഫംഗ്ഷനുകൾക്കായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ഡിസൈൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ മൊത്തത്തിൽ മാർക്കറ്റൊക്കെ റിസർച്ച് ചെയ്ത് നമ്മൾ ഓരോ ഫാബ്രിക്കൊക്കെ നമ്മുടെ സീസണൽ ബേസ്ഡ് ആയിട്ടുള്ളത്, അതും നമ്മുടെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലത്തെ ഫാബ്രിക്കുകളായിരിക്കും നമ്മൾ വരാൻ പോകുന്ന സീസണിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലും പിന്നെ മഴയും ചൂടും എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. സോ നമ്മുടെ ഈ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക്കുകളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. കോട്ടൺ മാത്രമല്ല നമ്മൾ ഒരുപാട് ഓപ്ഷൻസ്, ചന്തേരി, അതുപോലെ സിൽക്ക്, അങ്ങനെ ടിഷ്യൂ, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
മാത്രമല്ല എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് വരുന്ന പാറ്റേണുകളാണെങ്കിലും തന്നെ നമ്മുടെ ഇപ്പോൾ ട്രെൻഡ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ വേണ്ടി എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. സോ നമ്മുടെ ഒരു ട്രെൻഡും നമ്മുടെ കസ്റ്റമർ ബേസിനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് വരുന്ന ഓരോ ഡിസൈൻസും ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എല്ലാം ഒരു സാമ്പിളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരുടെയും നമ്മുടെ ഇവിടെ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിൻ്റെ ആണെങ്കിലും നമ്മൾ അവരുടെ സജഷൻസും ഒപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത് അതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ പർച്ചേസിന് പോയിട്ട് നമ്മൾ ഫുൾ ഓൾ ഓവർ ഇന്ത്യ പോയിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന ഓണത്തിനായിട്ട് നമ്മളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഓണത്തിനായിട്ട് ഫാബ്രിക് സെക്ഷനിലേക്ക് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പല ഡിസൈൻസും ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സും ആണ് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാ സെക്ഷനിലും നമ്മുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും നമ്മൾ കളേഴ്സും കസവിൻ്റെ ഒരു കോമ്പിനേഷനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ബേസ് എല്ലാം വെച്ചിട്ട് കൂടുതൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സോ ഈ ഒരു കളക്ഷൻസിൻ്റെ തീം എന്ന് പറയുന്നത് മെയിനായിട്ട് ഓണം തന്നെയാണ്. എന്നാൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് അതിന്ന് കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ സെക്ഷനും ഒരുങ്ങിയിരിക്കുന്നത്. റണ്ണിങ് ഫാബ്രിക്കിലാണെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് ഉണ്ടല്ലോ, സാരി ആയിട്ടും ക്രോപ്പ് ടോപ്പ് ആയിട്ടും ഹാഫ് സാരി ആയിട്ടും അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ എല്ലാം ബേസിൽ നമ്മൾ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സാരീസിലാണെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഡിസൈൻസ് വരുന്നത്. ഇപ്പോൾ ഒരു പല്ലു പോർഷനിലോ ഇല്ലെങ്കിൽ ആ ഒരു ബോർഡർ പോർഷനിലോ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടത് നമ്മുടെ ഡിസൈനിങ് പ്രോസസ്സ് മാത്രമായിട്ടാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങളെ പോലെ തന്നെ നമ്മളും വെയിറ്റിംഗ് ആണ് ഇത്തവണത്തെ പുതിയ ഡിസൈനിങ് കളക്ഷൻസിന് വേണ്ടിയിട്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.